ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഒരു പഴയ സോഫയുടെ സെറ്റ് റീപോളിഷ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് ഫസ്റ്റിലേ നമ്മൾ ഒരു സോഫ സെറ്റിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചിട്ട് നല്ല വെള്ളം കൊണ്ട് നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊടിയും കാര്യങ്ങളും കാണും. പിന്നെ അതുപോലെ സാൻഡിങ് പേപ്പർ ഇട്ടിട്ട് നല്ലതുപോലെ പേപ്പർ പിടിച്ച് അതിൻ്റെ പുതിയ പോളിഷ് ചെയ്യാൻ പുതിയ സെറ്റിക്ക് എളുപ്പമാണ്. പക്ഷേ പഴയ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇതിന് മുമ്പ് അടിച്ചിട്ടുള്ള കോട്ടിംഗ് എല്ലാം പോകണം. അതുപോലെ ഞാൻ മേടിച്ചിട്ടുള്ള SD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ സാൻഡിങ് സീലറാണ്. ഈ സീലർ ഫസ്റ്റ് നമ്മൾ ക്ലീനിങ്ങെല്ലാം സോഫ എല്ലാം ചെയ്ത ശേഷം ഫസ്റ്റ് നമ്മൾ സാൻഡിങ് സീലർ അടിക്കണം. അതിൽ ടിന്നർ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് മിക്സിങ്ങിൻ്റെ അനുപാതമൊക്കെ നമുക്ക് ബ്രഷ് ഓടുന്ന ടൈപ്പിൽ എടുത്താൽ മതി. അതിന് കണക്കും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്നതിനേക്കാളും ബ്രഷ് ഓടുന്ന അനുപാതത്തിലെടുക്കുക. എന്നിട്ട് സാൻഡിങ് സീലർ എല്ലാം പേപ്പർ ഇട്ട് പിടിച്ച് കഴിഞ്ഞ ശേഷം സാൻഡിങ് സീലർ എല്ലാത്തിലും കംപ്ലീറ്റ് അടിക്കുക. നല്ലതുപോലെ സോഫയുടെ വിടവിലും അതുപോലെ തന്നെ എല്ലാം നല്ലതുപോലെ ക്ലിയറായിട്ട് സാധാരണ ബ്രഷ് ഇട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേസ്റ്റ് കോട്ടൺ ഇട്ടിട്ടോ അടിക്കാമെന്നുള്ളതാണ്. അതിനുശേഷം എഗൈൻ വീണ്ടും സാൻഡിങ് സീലർ അടിച്ച ശേഷം എഗൈൻ പേപ്പർ പിടിച്ചിട്ട് നല്ലതുപോലെ ഫിനിഷ് ചെയ്യിക്കണം. പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് 150ൻ്റെ ആദ്യം ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ 180, പിന്നെ 220ൻ്റെ 3 ടൈപ്പിൽ പേപ്പറാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ക്ലിയർ വാങ്ങിയത് ഇൻഡിഗോയാണ് വാങ്ങിയത്. അതിൻ്റെ കൂടെ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. കുറച്ചുകൂടെ ഞാൻ യെല്ലോ കളർ ആവുന്നതിന് വേണ്ടിയിട്ട് പ്ലാവിൻ്റെ തടിയിൽ ആ ടൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോ കളർ മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതിലടിക്കുന്ന ബ്രഷ് കുറച്ചുകൂടെ ഇത് ചെയ്യുന്ന ക്ലിയർ അടിക്കും പോലത്തുള്ള ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് നല്ല പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്ത് നോക്കിയതാണ്. ഈ ബ്രഷ് ഇട്ട് നമ്മൾ നല്ലതുപോലെ എല്ലാം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഒരു 2 കോട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഏകദേശം വീട്ടിൽ നല്ലൊരു ക്ലാരിറ്റിയിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനങ്ങനെയാണ് ചെയ്തത്. ഇത് അടിച്ചു കഴിഞ്ഞ ശേഷം ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉണങ്ങിയ ശേഷം നമുക്കിതിൻ്റെ കുഷനൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. ഞാൻ ആദ്യം ചെയ്യുന്നതാണ്. നമ്മൾ ഈ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഇത് ആദ്യം ചെയ്ത് നോക്കിയാണ്. ഇതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. ഇതൊരു ഡൗട്ട് എന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ തരുകയും ചെയ്യും. ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുകയും ചെയ്യാം.